everyone. Welcome to Superstar Junior, powered by Nirabara. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. Let's welcome our judges, Vijay Chetta, Sujata Chechi and Stephen Chetta. And let's welcome our star orchestra, Puligal. Anjali. Ha, Rajat. So, നമുക്ക് ഒരുപാട് എന്താ പറയാ ഫൺ അഡ്വഞ്ചറസ് ത്രില്ലിംഗ് എപ്പിസോഡ്സ് ആയിരുന്നു കുറച്ചു കാലമായിട്ട്. നമുക്ക് ശരത് സർ ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഹരിഹരൻ സർ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിരുന്നു. ഇന്ന് അത്ര ഒരു സുഖമില്ല. അതെ, ഇന്ന് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡാണ്. അതെ, നമ്മളൊരു ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോവാനുള്ള അതെ അടുത്ത സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയാനുള്ള നമുക്ക് അത്ര ഒരു എനർജി ഇല്ല. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. So we'll start with Vijay Chetta. We always look at this as a positive thing. Step up എന്ന് നമ്മൾ പറയുന്നതിന് കാരണം തന്നെ നമ്മൾ ആരെയും ഇവിടുന്ന് പുറത്താക്കുന്നില്ല. നമ്മൾ ഒരാളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആൻഡ് ബാക്കിയുള്ളവർ സപ്പോർട്ടായിട്ട് പുറകിലോട്ട് ഒരു one step back എന്ന് മാത്രമേ ഉള്ളൂ. So I think till now എല്ലാവരും they've done their best. So അതിന് we have to give them a big round of applause. This entire platform ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. And we have to thank the people who stand behind creating a show like this. Yes. At the same time, people who are there supporting them, like the musicians, the producer, the groom ചെയ്യുന്ന നമ്മുടെ ചേട്ടനും അതുപോലെ പേരൻസും കുറേ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഒരുമിച്ച് വരുന്നത്. സോ a big round of applause to them also. So let's hope that the best happens. All the best to them. Thank you so much ചേട്ടാ. സുജാത ചേച്ചി, ഈ ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ആക്ച്വലി കുട്ടികൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കണം. കാരണം 3 സ്റ്റാൾ വാട്സ് നമുക്ക് വന്ന് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാണ് ഇവർ. ഹരിജി, ചിത്ര, ശരത്ത് 3 പേരും ഈ ഫീൽഡിലെ സംഗീത രംഗത്തിലെ മികച്ചവർ. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി അതിൽ അവരുടെ മുമ്പിൽ എത്രത്തോളം നല്ലോണം ആ ധൈര്യം ഇനി അതാണ് പാട്ട് എല്ലാവരും ഇവിടെ ഇപ്പോൾ പാടുന്നത് ഒരുവിധമൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെ നല്ലോണം പാടുന്ന കുട്ടികളാണ്. ആ സ്റ്റേജിൽ കയറുമ്പോൾ എത്രത്തോളം ധൈര്യത്തോടു കൂടി പെർഫോം ചെയ്യാൻ പറ്റും അവർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ ഒന്ന് ആടിപ്പോയി. ആ ആടിയുള്ളവർ ഇനിയും ആ ആട്ടം മാറ്റാൻ നോക്കുക, ധൈര്യം വരുത്തുക. സോ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ എന്ത് നമ്മൾ ചെയ്താലും അതൊരു ലേണിംഗ്. നമ്മൾ വെറുതെ ഒരു പാട്ട് ആവശ്യമില്ലാതെ പഠിച്ചാലും എപ്പോഴെങ്കിലും നമുക്കതൊരു ആവശ്യമായിട്ട് വരും. അപ്പോൾ എവറിത്തിങ് ഇസ് എ ലേണിംഗ് പ്രോസസ്സ് എന്ന് വിചാരിച്ചാൽ അത് ഇതിൽ നിന്ന് കയറിയില്ലെങ്കിലോ എല്ലാം എവറിത്തിങ് ഇസ് എ ലേണിംഗ് പ്രോസസ്സ്. ആൻഡ് ഐ വിഷ് എവ്രി വൺ ഓൾ ദി ബെസ്റ്റ്. നല്ലോണം പാടുക. ഇതിലേറ്റവും ബെസ്റ്റ് അടുത്തയിലേക്ക് വരട്ടെ. Yes. Thank you. We'll definitely hope for the best. Yes. എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ തിരഞ്ഞെടുത്ത 18 പേരും സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ ഒരുപോലെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. Everyone are in same talented and I'm so proud of our superstars. പിന്നെ ഈ ചേച്ചി പറഞ്ഞ മാതിരി ഒരു സ്റ്റെപ്പ് അപ്പ് ആണ്, എ സ്റ്റെപ്പ് അപ്പ്. അപ്പോൾ 1 സ്റ്റെപ്പ് അപ്പ് അത്ര തന്നെയുള്ളൂ, അല്ലാതെ ഒരു കൊടുമുടി ആരും ദൂരെ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. പക്ഷേ നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും പേഴ്സണലി ശരിക്കും എൻജോയ് ചെയ്തു. മ്യൂസിക്കലി ഫൺ, നമുക്ക് ടെൻഷനുകളും ഹെൽത്തും ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഹെൽത്ത് ഞങ്ങളാരും അറിയിക്കുന്നൊന്നുമില്ല, പക്ഷേ വി ആർ ഫൈറ്റിംഗ് വിത്ത് അവർ ഹെൽത്ത്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ടേക്ക് എടുത്ത ആ ഒരു എനർജി, because of the energy we are getting from our kids, എല്ലായിടത്തും കിട്ടുന്ന എനർജി നമ്മളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. So we personally very much enjoyed and I love my superstars. Yes. We all love the superstar juniors. Yes. Okay, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള 11 കണ്ടസ്റ്റൻസിൽ ആരൊക്കെയാണ് ഈ സ്റ്റെപ്പ് അപ്പ് പ്രോസസ്സിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. So let's see the marks please. Of course.
നമ്മുടെ 11 കണ്ടസ്റ്റൻസിന്റെയും ടോട്ടൽ സ്കോർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതിലൊരു കാര്യം ചെയ്യാം. ആ ഒരു ആൾ എന്തായാലും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. Yes. ആ കുട്ടിക്ക് നമുക്കൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്താലോ? പിന്നെന്താ, നമുക്ക് വിളിക്കാം. So the top scorer for quarter finals, ഋതിക. Ritika. കുട്ടി, congratulations. അതെ, congrats. താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മള് ഇത്രയും കുറെ പെർഫോമൻസസ് ഒക്കെ കഴിഞ്ഞു, കുറെ വലിയ വലിയ ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്തു അല്ലേ? ആരുടെ കൂടെ ആയിരുന്നു? ഹരിഹരൻ സാറിനോട്, ചിത്രാന്റിയോട്, ശരത് സാറിനോട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പേടി ഉണ്ടായിരുന്നോ? കുറച്ചുണ്ടായിരുന്നു, അവരെ കണ്ടപ്പോ പിന്നെ ഇപ്പൊ ടോപ്പ് സ്കോറർ ആയില്ലേ? ഭയങ്കര ടോപ്പ് സ്കോർ സന്തോഷമായിട്ട് ആയപ്പോഴേക്കും ആളുടെ അപ്പിയറൻസ് തന്നെ മൊത്തം മാറി. അതെ, ഭയങ്കര കളർഫുൾ ഒക്കെ ആയിട്ട്. കളർഫുൾ ആയി, മോഡേൺ ആയി. അപ്പൊ രതിക, സന്തോഷായില്ലേ? സന്തോഷമായി. ഇനി കൂടുതൽ സന്തോഷാവാൻ ഒരു സംഭവം ഒക്കെ വാങ്ങിക്കണ്ടേ? എന്താണിത്? വേണോ? അല്ല വേണോ? വേണോ? ഏയ് വേണ്ട. വേണോ? വേണോ? കിട്ടിയാ നന്നായിരുന്നു. ഓക്കെ, ഫോർ ദ ടോപ്പ് സ്കോറർ ഗിഫ്റ്റുമായി വരുന്നു നമ്മുടെ സുജാത ചേച്ചി. Thank you so much, ചേച്ചി. Thank you, ചേച്ചി. Congrats, Ritika, and all the best for your next episode. All the best, മോളെ. അഞ്ജലി, നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ആ ഒരു പ്രോസസ്സിലോട്ട് കിടക്കാം. അതെ. അപ്പോ ആ 4 പേരെ നമുക്ക് വിളിക്കാം. അതെ. സോ ഉള്ളതിൽ എന്താ പറയാ, കുറച്ച് 0.5 അല്ലെങ്കിൽ 1 ഒക്കെ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ കുറഞ്ഞ മൈനർ ആൾക്കാരാണ്. ആയിട്ടുള്ള വേരിയേഷൻസിലുള്ള അത്രേ ഉള്ളൂ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ആ 4 ആൾക്കാരെ നമുക്ക് വിളിക്കാം. So let's welcome Charlotte, Amal Roy, Srinath and Ritu Krishna. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ എല്ലാവരും 4 പേരും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ റെഡി ആണോ എല്ലാവരും? അല്ലേ, പാടാൻ റെഡി അല്ലേ? റെഡി അല്ലേ? നമുക്കൊന്ന് എന്തായാലും ചോദിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, സ്റ്റീഫൻ ചേട്ടാ. എന്താ ഇത്, കുടുംബത്തിലെ 4 പേർ, 3 ആണുങ്ങളും അവിടെ എത്തിയോ? 3 ആണുങ്ങളോട് എത്തി. 3 പേര് ഇവിടെ എത്തി. മോനെ, എന്താ പരിപാടി? ഇവിടെ നിൽക്കണോ പോണോ? പറ, നിന്നോടാ. ഇവിടെ നിൽക്കണോ? ഇഷ്ടമാണോ ഇവിടെ നിൽക്കാൻ? ഇവിടെ നിൽക്കണോ വീട്ടിൽ പോണോ? വീടാണോ ഇഷ്ടം, സൂപ്പർ സ്റ്റാറാണോ ഇഷ്ടം? ആഹാ, അങ്ങനെയാണോ? ഇത്ര ഇഷ്ടമാണോ സൂപ്പർ സ്റ്റാറിനെ? ഇവിടെ ആരെ ഏറ്റവും അധികം ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരെ? ഇത് പറയണം, എന്തായാലും പറയണം. ഇഷ്ടമില്ലാത്ത ആരെ? തബല വായിക്കണ രജത്തിനെ തന്നെ നോക്കുന്നത്. ഞാൻ ചോദിച്ചതാ ആരാണെന്ന് ചോദിച്ചതാ. കൺഫ്യൂഷനായി. എല്ലാവരും ഇഷ്ടം അല്ലേ? അങ്ങനെ ആരും ഇല്ല. അങ്ങനെയൊന്നുമില്ല. കൂടുതൽ ചോദിച്ചപ്പോ ശ്രീനിധി എന്ന് പറയും. ഓക്കെ, അപ്പൊ നീ നന്നായി പാടണം വാവ കേട്ടോ. നന്നായി പാടിക്കഴിഞ്ഞാ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ, പിന്നെ വരേണ്ടത് ഷാർലറ്റ്. ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണോ? ആണോ? അപ്പൊ ഇൻഹിബിഷനൊക്കെ മാറ്റി നന്നായി 2 പാട്ട് അലക്കണം കേട്ടോ. അമൽ, ചന്ദനൊക്കെ നീ ഇതുവരെയായിട്ട് നിന്നെ ചന്ദനം തൊട്ടിട്ട് കണ്ടിട്ടില്ല. എപ്പോ? എന്റെ സ്റ്റീഫൻ ചേട്ടാ, ഇത് ആരുടെ അടുത്താ ചോദിച്ചേ? ഇനി എന്തായിരിക്കും? അയ്യോ, ഒന്നും ചോദിച്ചില്ല. ചന്ദന നന്നായിട്ട്, വെരി ഗുഡ്. എന്തും കാണാറുണ്ട്. എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ. എന്താണ് ചന്ദനം തൊടാനുള്ള കാരണം? ഞാൻ ചോദിച്ചു, ഞാൻ ഇനി മാറുന്നു. ഇനി ഒരു 10 മിനിറ്റ് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ഇതിനെ എങ്ങനെ, അതുകൊണ്ടാ ചോദിച്ചത്. ഒരു സമാധാനം ചന്ദനം തേച്ചാ കിട്ടുമോ? പ്രാർത്ഥിച്ചോ? ചന്ദനൊക്കെ തേക്കാൻ പറ്റേ? പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചിട്ടോ? പ്രാർത്ഥിച്ചിട്ടതാണ് അല്ലേ? ഓക്കെ, എല്ലാരും കിട്ടിയിട്ടുണ്ട് അല്ലേ? അവനൊഴിച്ച്, ചെറുതിനൊഴിച്ച് ബാക്കി എല്ലാരും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാടാൻ റെഡിയാണോ? കൈ വീശോണ്ടാണോ മാർക്ക് പറഞ്ഞ്? അങ്ങനെയൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല, നന്നായി പാടിക്കോട്ടെ ചക്കരെ. ഋതു, എന്താ നിന്റെ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല അല്ലേ? പാട്ടിന്റെ കുഴപ്പമായിരുന്നു. പാട്ടിന്റെ കുഴപ്പം. ഈ 4 പേരും ഞങ്ങൾക്ക് കൂടെ എപ്പോഴും വേണം, എപ്പോഴും ഉണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇത് സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ വിഷയമല്ല. യു 4 ആർ സൂപ്പർ സ്റ്റാർസ് ഫോർ അസ്. ഓക്കെ, സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്, ടേക്ക് ഇറ്റ് ആസ് ഹെൽത്തി ആയിട്ട് പോട്ടെ. നന്നായി പാടുക കേട്ടോ. റെസ്റ്റ് എവറിത്തിങ് യു ലിവ് ഇറ്റ്. ബൈ. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ ചേട്ടാ. വിജയ് ചേട്ടാ. ഷാർലറ്റ്, ശ്രീനന്ദ്, അമൽ റോയ് ആൻഡ് ഋതു 4 പേരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ്.
ആൻഡ് ഐ തിങ്ക് 4 പേർക്ക് അറിയാം. അമൽ ആൻഡ് ഋതു ആൻഡ് ഷാർലറ്റ് കുറച്ചുകൂടെയും എൽഡർ ആണ് ഈ 4 പേരിൽ. സോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇവിടെ നിൽക്കാൻ വേണ്ടി എന്നുള്ളത്. സ്റ്റീഫ് പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നൊക്കെ ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങളെ എന്താണ് ഡാഡി എന്നൊക്കെ വിളിച്ചതിന് ഞങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വരെ ലെറ്റേഴ്സ് വരാൻ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി. സോ നിങ്ങൾ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർസ് ആണ്. സോ അത്രയും പേര് കണ്ട് നിങ്ങളെ ആസ്വദിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും യു ഹാവ് ടു ഗ്രോ. ഇവിടെ ഇതോടെ കഴിയുന്നില്ല നിങ്ങളുടെ ഗ്രോത്ത്. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് സുജാത ചേച്ചി, ഇപ്പം നടക്കാൻ പോണ സ്റ്റെപ്പ് അപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അപ്പ്. നിങ്ങൾ സെമിയിലേക്ക് പോവാണ്, സെമി ഫൈനലിലേക്ക് പോവാണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അപ്പ്. അപ്പോൾ നല്ലോണം പാടുക, പേടിക്കാതെ പാടുക. ഞങ്ങൾ പക്ഷേ ഇനിയും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജേർണി ഫുള്ളൊന്ന് ഒരു ഒരു എന്താണ് ഞങ്ങളൊന്ന് നോക്കും. നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു, ഇത്രയും ഇതുവരെ എങ്ങനെ പാടി എന്നൊക്കെ അനുസരിച്ച് പ്ലസ് 2 days നോക്കിയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. കാരണം നമുക്ക് ബെസ്റ്റിനെയാണ് ആവശ്യം സെമി ഫൈനലിലേക്ക്. അപ്പോൾ നല്ലോണം പാടുക, നിങ്ങളുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ നോക്കുക. ഇന്ന് ഓൾ ദി ബെസ്റ്റ്. പേടിക്കണ്ട. ഇനി ഞങ്ങളെ 3 പേരെയും ആരും പേടിക്കാൻ പാടില്ല. എന്നാൽ ഞങ്ങൾക്കത് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യണ പോലെയാണ് ഇനി ഞങ്ങളെയും പേടിക്കുകയാണെങ്കിൽ. സോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് 4 പേരുണ്ട്. അതെ, ഇതിൽ ആര് പാടും ആദ്യം? ആരാദ്യം പാടും? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലോട്ട് അവിടെ ഓക്കെ, ആ അവിടെ ലോട്ട് ഉണ്ട്. അവിടെ അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ആഹാ, വിജയ് ചേട്ടൻ ഹാസ് ഗോട്ട് ദി ലോട്ട്. യെസ്. ഓക്കെ, അപ്പോൾ ആ നമുക്ക് ഫ്രം യംഗസ്റ്റ് ടു ഓൾഡസ്റ്റ് പോവാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടി ചക്കര, അപ്പോൾ അതിൽ നമ്പർ ഉണ്ട്. അവന് ഫസ്റ്റ് ഏത് നമ്പർ കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ശ്രീനന്ദ്. ശ്രീനന്ദാണ് ആദ്യം. ഓക്കെ, ശ്രീനന്ദ്. ഓക്കെ, നമ്പർ എടുക്കാം. ശ്രീനന്ദ് റെഡിയാണോ? റെഡിയാണോ? റെഡി അല്ലേ? എടുക്കട്ടെ. മൈക്ക് കൊടുത്തു. ശ്രീനന്ദ് is number 2. ഓക്കെ, അപ്പോൾ ശ്രീനന്ദ് will perform second. ഓക്കെ, ഋതു ആ റിലാക്സ് ചെയ്ത് കുറച്ചു നേരം നിൽക്കാം. 4ാമത് പാടും. ഓക്കെ, ഓക്കെ, the fourth ഫോർത്ത് performance. പെർഫോമർ ആണ് ഷാർലറ്റ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ചേച്ചി എടുത്തു തന്നു. ഓക്കെ, ഷാർലറ്റ് പാടാൻ പോകുന്നത്. പിടിച്ചോളൂ. ഷാർലറ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പൊ ഈ കറക്റ്റ് ഓർഡർ performance, yes. അപ്പൊ ഈ ഓർഡറിൽ തന്നെയാണ് ഷാർലറ്റ്, ശ്രീനന്ദു, അമൽ, ഋതു. കറക്റ്റ്. അതേ ഓർഡറിൽ. അതേ ഓർഡറിൽ. അതേ ഓർഡർ. അപ്പൊ ഇപ്പൊ ആദ്യം നമുക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത് ഷാർലറ്റ് ആണ്. അതെ, അപ്പോ പെർഫോം ചെയ്യാൻ റെഡി അല്ലേ? റെഡിയാ. അപ്പൊ ഷാർലറ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്ദകിശോരാ ഹരേ മാധവാ നീയാണിന്ന ഭയം തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ വരഗോരോചനമാവാം ഞാൻ നിൻ പ്രിയ സങ്കീർത്തനമാവാം. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. ഓം ജയ ജയ ശൗരേ ഹരി ഓം ജയ ജയ ഭഗവാൻ. നന്ദകിശോരാ ഹരേ മാധവാ നീയാണിന്ന ഭയം
ഷാർലറ്റ് എങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് എങ്ങനെ എന്ത് തോന്നി? നന്നായി പാടിയോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോ സെൽഫ് കോൺഫിഡൻസ് ഇസ് ബിൽഡിംഗ് അപ്പ്. നൈസ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. കമന്റ്സ് നമുക്ക് ചോദിക്കാം. ഞാൻ പറയാം. ഓക്കെ, ഷാർലറ്റ്, ഇതിന് കമന്റ്സ് ഇല്ലാന്ന് അറിഞ്ഞൂടെ? കറക്റ്റ്. ഷാർലറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെ രണ്ടെണ്ണം നിപ്പുണ്ടല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞങ്ങള് വലിയ ഷൂവും ഒന്നും കൂടി ഉറപ്പിക്കാൻ. വലിയ സാരി തുന്നി ഒരു ചുരിദാറാക്കിയിട്ടും വന്നിട്ടുണ്ട്. നോ സാരിയല്ല, ഇത് അവിടെ എവിടെയോ കിടന്നൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു സംശയം. അത് കണ്ടല്ലോ ഒരുമാതിരി പെയിന്റ് പണിക്കാരും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അത് കാർപ്പന്റേഴ്സ് ജീൻസ് ആണ്, അത് സ്റ്റൈൽ. അപ്പൊ ഇത് പുതിയ സ്റ്റൈലാണ്. കുറച്ച് ടാറ് വീണുണ്ടോന്ന് ഡൗട്ട്. സ്റ്റൈൽ നിങ്ങൾക്ക് അറിയില്ല, അതാണ് പ്രോബ്ലം. സ്റ്റൈൽ നമുക്കിനി സ്പോൺസേഴ്സ് ഒന്നും തരില്ല കൂടുതൽ കുറ്റം പറഞ്ഞ. ആണല്ലേ? അപ്പോ മകളെ ഇതില്ല കേട്ടോ, കമന്റ്സ് ഇല്ല, ചേച്ചി ഒന്നും പറയില്ല, ആരും ഒന്നും പറയില്ല. അവസാനത്തിൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കമന്റ്സ് ഇവിടെ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ നമ്മള് അപ്പൊ ഈ എല്ലാ പെർഫോമൻസും കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമ്മൾ കമന്റ്സ് ആൻഡ് മാർക്സ് അറിയുന്നതായിരിക്കും. ഓക്കെ ഷാർലറ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. അപ്പോൾ നമുക്കിനി അടുത്ത പെർഫോമൻസിലോട്ട് പോവാം. യെസ്, അടുത്ത പെർഫോമൻസ് വരുന്നു ഫ്രം ശ്രീനാഥ്. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നറുപൂവിതളിൽ മധുരം പകരാം. ചെറുപൂങ്കാറ്റായി
ഉണ്ടായിരുന്നു? ഏ നന്നായി പാടി ആ ആ ഓ, ഇപ്പൊ എല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ആയി. അത് നല്ല കാര്യമാണ് എന്തായാലും. അപ്പൊ നമുക്ക് മാർക്സും കമന്റ്സ് ഒക്കെ അവസാനം അറിയാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസ് കാണാം. ഓക്കെ, വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം അമൽ റോയ്. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ മാവിൽ നാട്ടുമാവിൽ നമ്മളോ ഞാൻ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാം അലഞ്ഞു തുടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പേ പിടിക്കുന്ന കൗതുകമായ അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ രാവിൽ പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ പൊന്നിൻ നൂല് പോലെ നീയുറങ്ങും നേരമന്നും മനസ്സിലെ താളത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുമേ നിന്നെ അന്നും ഇന്നും കൊതിച്ചിരുന്നു മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചോ വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ അമൽ, എപ്പോഴും നമ്മൾ പറയണ പോലെ നല്ല ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പാട്ടിൽ കേട്ടോ. പക്ഷെ ഇതിന്റെ കമന്റ്സ് നമ്മള് ഒരു പെർഫോമൻസ് കൂടി കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ. ഓക്കെ, അപ്പൊ അതുവരെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വല്ലതും പറയാണ്ടോ? ഒന്നുമില്ലല്ലോ.
ഓക്കെ ശരി. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഓക്കെ, So, ലെറ്റ്സ് അടുത്ത വെൽക്കം contestant ഋതു കൃഷ്ണ. ഋതു കൃഷ്ണ. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അരിയൊരിയൂ ഞാലതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിതതൻ അഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അരിയൊരിയൂ ഞാലതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിതതൻ അഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ പൂരികൻ തരളനാദമായി മധുരഭാവമായി ഹൃദയഗീതമായി വരിക ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ സരിമ സരിമ പ സരിമ പനി സരിമ പനി സ സരിമ പനി സരി റിമ പനി സരിമ പ ആ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
നന്നായി പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. പക്ഷെ ഇതിനുള്ള കമന്റ്സ് നമുക്ക് കേൾക്കാം. അതിനു മുന്നേ നമുക്ക് ബാക്കി 3 പേരെയും കൂടി വിളിക്കാം. അതെ, നമുക്ക് എല്ലാവരെയും വിളിക്കാം. സോ പ്ലീസ് ഷാർലറ്റ്, ശ്രീനാഥ് ആൻഡ് അമൽ റോയ്. ഷാർലറ്റ്. അഞ്ജലി, ആ, എന്താ എല്ലാവരും ഇങ്ങനെ ഒരു എനർജി ഒന്നും ഇല്ലാണ്ട് എന്താ? അതെ, വരുമ്പോ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ പാടിയപ്പോഴും ഉണ്ടായിരുന്നു. പാടുമ്പോ അതിനു മുമ്പ് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഓക്കെയാണ്, അതാണ് പേടിയില്ല, ഒന്നുമില്ല. പാട്ട് കഴിഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ? ഇങ്ങനെ ഡള്ളാവരുത്, മൊത്തം ഇവിടെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. നമ്മളിവിടെ സംസാരിക്കുമ്പോ അല്ലേ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്ന് എല്ലാവരും ചിരിക്കൂ, സന്തോഷപൂർവ്വം ഒന്ന് ആദ്യം ചിരിക്കൂ. ആ, ഓക്കെ ഓക്കെ അല്ലേ? ഓ ഞാൻ ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കമന്റ്സിലോട്ട് കടക്കാം. യെസ്, സോ വിൽ സ്റ്റാർട്ട് വിത്ത് आवर ജഡ്ജസ് കമന്റ്സ്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള, ഞങ്ങൾ കുറച്ചും കൂടെ ബിഗ് ഡിഫറൻസ് ഇട്ടിട്ട് ആയിരിക്കും അടുത്ത തവണ തൊട്ട് മാർക്ക് ഇടാൻ പോകുന്നത്. കാരണം ഇത്തവണ ക്ലോസ് ആയിട്ട് മാർക്ക് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മാർക്ക് ഇടുന്നത് ഇങ്ങനെ അടുത്തടുത്ത്. അടുത്ത തവണ തൊട്ട് ഭയങ്കര ഒരു ഇതുകൊണ്ട് എന്ത് പറ്റി എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിരുന്നു ആദ്യത്തെ ഒരു 3 പേര് കഴിഞ്ഞ്. ആൻഡ് പേരുകൾ ഞാൻ എടുത്ത് പറയണത് സോ ദാറ്റ് നിങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ്, നിങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നു ടു കമ്മിങ് ടു എലിമിനേഷൻ എന്നുള്ളത്. ഭാവന, ശ്രീലക്ഷ്മി, ആൻ, സോണിക്ക ആൻഡ് അമൽ, അവിടെ നിൽക്കുന്ന അമൽ ആയിട്ട് വലിയ വ്യത്യാസമില്ലായിരുന്നു. 0.5 മാർക്സിൻ്റെ ഡിഫറൻസിലായിരുന്നു നിങ്ങൾ 3 പേരും അവിടെ ഇരിക്കുന്നതും അമൽ അവിടെ നിൽക്കുന്നതും. ഞങ്ങൾ കുറച്ച് ലീനിയൻ്റ് ആയിരുന്നു ആക്ച്വലി. മേ ബി ചില സ്ഥലത്തൊക്കെ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ട് ഇടേണ്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഒന്നാമത് സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ ഇരിക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ടാണ് അവരെ എങ്ങനത്തെ സിംഗേഴ്സിനെ ഫേസ് ചെയ്യണത്. അപ്പോൾ കുട്ടികൾ പേടിക്കേണ്ട, അതിന്റെ ഒരു മാർജിൻ ഇട്ടിരുന്നു നമ്മൾ. അടുത്തതിന്റെ റൗണ്ടിന്റെ പ്രത്യേകത വെച്ചാൽ സെമി ഫൈനൽസ് ആണ്. സെമി ഫൈനൽസ് പറഞ്ഞാൽ വി ആർ ക്ലോസ് ടു ദ ഫൈനൽസ്. നല്ലോണം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അടുത്ത തവണ മാർക്കുകൾ നല്ല ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ടാവുള്ളൂ. അത് ആദ്യമേ ഒന്ന് അറിയിക്കുകയാണ് എല്ലാവരെയും. Okay. അപ്പോൾ യെസ് ജഡ്ജസ് പ്ലീസ് ഓൺ ടു ദ ഡയസ് പ്ലീസ്. സ്റ്റീഫൻ ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് വിജയ് ചേട്ടാ. സോ നമ്മുടെ 4 contestants and our lovely judges നമ്മുടെ കൂടെ ഉണ്ട്. സോ ചേച്ചി and Vijay Cheta, Stephen Cheta, we are all waiting for that moment actually. Also, yes. We are not waiting for this moment at all. അല്ല, I mean we are waiting for this moment actually. ഞങ്ങൾക്ക് ഒട്ടും ഇവിടുന്ന് ആരെയും പറഞ്ഞയക്കണം എന്നില്ല, ഒരാളെ മാത്രമായിട്ടോ അല്ലെങ്കിൽ യുനോ അങ്ങനെ മുന്നോട്ട് അയക്കണം എന്നുമില്ല. പക്ഷേ we have to do that and that's our job. So സുജി, നമ്മുടെ ആദ്യത്തെ നമ്മൾ തിരിച്ച് അയക്കുന്ന ആള് ആരാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഡൗൺ പ്രോസസ്. ഈ നിൽക്കുന്ന 4 പേരും ഉഗ്രൻ സിംഗേഴ്സാണ്. ഈവൻ പബ്ലിക്കിൻ്റെയും ഭയങ്കര ഫേവറേറ്റ്സ് ആണ് 4 പേരും. ഇത്രയും എത്തിയത് ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തുക എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ബിഗ് തിങ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. നമ്മൾ എത്ര മാസമായി, 4-5 മാസമായി, അതിലെല്ലാത്തിലും നിങ്ങളെ ക്ലിയർ ചെയ്ത് ഇത്ര എത്തി. അതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ 4 പേർക്കും കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. ഇപ്പം നമ്മൾ ആദ്യത്തെ വെളിയിൽ പോകുന്ന ഒരാളെ അനൗൺസ് ചെയ്യാൻ പോകുന്നു. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ചുമതല ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരുടെയും ഹാർട്ട് കടകടകടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങൾ മിസ് ചെയ്യാൻ പോണ ഒരു പേര് തന്നെയാണ് ഞങ്ങളുടെ കൊച്ചുവാവ ശ്രീനന്ദ് മോൻ. ശ്രീനന്ദ് ഇനിയും ഞങ്ങളുടെ കൂടെ ഇവിടെ കോമ്പറ്റീഷനിൽ ഉണ്ടാവില്ല, പക്ഷേ അവൻ എല്ലാ ഇതിലും ഞങ്ങളുടെ കൂടെ പാടാൻ വരണം എന്നൊരു റിക്വസ്റ്റോട് കൂടി ശ്രീനന്ദ്
അവയുടെ ഇരട്ടി വയസ്സുള്ള ആൾക്കാരോടെ ഫൈറ്റ് ചെയ്ത് അതെ 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 സത്യം. Big round of applause. അത്രയും വലിയ ആൾക്കാരോടെ ഫൈറ്റ് ചെയ്ത് അവർക്ക് 8 വയസ്സായി 15 ഇയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്തത്. ഇത്ര നിന്നല്ലേ എന്ത് വലിയ കാര്യം. ഹരിഹരന്റെ മുമ്പിൽ പാടി, ചിത്ര ചേച്ചിയുടെ മുമ്പിൽ പാടി, എല്ലാരും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ മിടുക്കനാണ് കേട്ടാ. അപ്പോൾ ശ്രീനന്ദ് കുട്ട നല്ല ഒരു സ്ട്രോങ് ബോയ് ആണെന്നുള്ളത് തെളിയിച്ചു. ബിക്കോസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടം വരെ വന്നത് ഒരു ചെറിയ കാര്യമല്ല. ഓക്കെ, സോ എല്ലാവർക്കും എന്താ പറയാനുള്ള നല്ലൊരു ഹാപ്പി മെസ്സേജ് എല്ലാവർക്കും പറയും. അറിയില്ല ഒന്നുമില്ല, ജസ്റ്റ് എല്ലാവർക്കും ഒരു താങ്ക് യു പറയണം. ആർക്കൊക്കെ പറയണം? എല്ലാവർക്കും പറയണം. ഓക്കെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. 8 വയസ്സായി, ഒരക്കം ആയിട്ടുള്ളൂ, 2 അക്കം തുടങ്ങിയിട്ടില്ല. ഇനി കിടക്കണ ഒരു ജീവിതം മുഴുവനും. അപ്പോൾ പാട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡിവോട്ടഡ് മ്യൂസിഷ്യൻ ആവുക. അപ്പോൾ ജൂനിയറിൽ വന്ന് ഇനി ജൂനിയറിൽ 2 പ്രാവശ്യം കൂടെ വരാം. ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം 2 പ്രാവശ്യം കൂടെ ജൂനിയറിൽ കിടക്കാനുള്ള സമയമുണ്ട്. സീനിയർ പിന്നെ കിടക്കുക, സൂപ്പർ സീനിയർ പിന്നെയും കിടക്കുക. ഓക്കെ, ഇനി വരുമ്പോ ഇതിലും നന്നായിട്ട് മോൻ പാടിയിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങള് ഇത് ഇൻ കേസ് അമൃതയിൽ അല്ലെങ്കിൽ തന്നെ മോൻ വേറെ എവിടെയെങ്കിലും പാടുവാണെങ്കിൽ ഞങ്ങൾ അത് കണ്ട് ഞങ്ങൾ പ്രൗഡാണോ, ഞങ്ങളുടെ മോനായിരുന്നു. ഞാനിരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അവിടെ. ഇവൻ തുടങ്ങിയ സമയം തൊട്ട് കുറച്ച് പൊക്കം വെച്ചു എന്ന് തോന്നുന്നു അല്ലേ? പൊക്കം വെച്ച മോഹമൊക്കെ ഒന്ന് ഉണങ്ങി. അപ്പൊ അതുകൊണ്ട് അതിനർത്ഥം ഈ ഒരു ഇതിൽ തന്നെ അവൻ വളർന്നിട്ടുണ്ട് ഫിസിക്കലി ആൻഡ് ഐ എം ഷുവർ എന്താണ് മെന്റലി എല്ലാ എക്സ്പീരിയൻസ് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ശ്രീനന്ദ് എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ ഓഡിയൻസിന്റെ ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു ഇത് കഴിയുമ്പോ നമുക്ക് 3 പേർക്കും നല്ല ചീത്ത കിട്ടും. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് അയക്കണം എന്നൊരു ആഗ്രഹമില്ല, പക്ഷെ അതിൻ്റെതായ രീതിയിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിട്ട് ഇവൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ് എല്ലാവർക്കും. ഇത്രയും ചെറിയൊരു വയസ്സിൽ ഇങ്ങനത്തെ പാട്ടിലൊക്കെ എടുത്ത് പാടുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. സോ അവനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കും നിന്റെ കൂടെ. ഓക്കെ ഓക്കെ. പക്ഷേ ഒരു കാര്യം, ശ്രീനന്ദ് ഒരു വാക്ക് തരുമോ? അടുത്ത സെമി ഫൈനൽസ് നടക്കാൻ പോവാ. സെമി ഫൈനൽസിൽ ഒരു സ്പെഷ്യൽ പാട്ട് പായിട്ട് വരുമോ? വിത്ത് ഡാൻസ് വരുമോ? അടിപൊളി പെർഫോമൻസ് ആയിട്ട്. ഓക്കെ. അപ്പോ നമ്മുടെ ഒരാളുടെ സ്റ്റെപ്പ് ഡൗൺ പ്രോസസ് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഹൂ ഇൻ ടു ദ സെമി ഫൈനൽസ്. അല്ല, അതിനു മുമ്പ് അടുത്ത ആള് ആരാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സോ അടുത്ത ഇതിൽ നമ്മൾക്ക് നമ്മളെ വിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നിൽക്കുന്ന ആള് നമ്മുടെ ഷാർലറ്റ് ആയിരിക്കും. സോ ഷാർലറ്റിന് ഐ തിങ്ക് ഇസ് എ വെരി ടാലന്റഡ് സിംഗർ, വോയിസ് കൊണ്ടും ഒക്കെ somebody who's got a bright future and you have such a wonderful voice. ആ വോയിസിനെ എപ്പോഴും എന്താണ് മുന്നിൽ നിർത്തിക്കൊണ്ട് make sure you keep going forward. ഇതെല്ലാം is just a stepping stone, so you have a bright future. All the best for that. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ വരുന്നത്. അതിൽ ക്വാർട്ടർ ഫൈനൽസ് വരെയും നല്ലോണം പാടി എത്തി എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് മോളെ. ആൻഡ് മോക്ക് ഡെവലപ്പ് ചെയ്യേണ്ട മോർ ദാൻ സിംഗിങ്, ഇപ്പം പറഞ്ഞ പോലെ ഞാൻ നല്ല പാട്ടുകാരിയാണ്. ആ ഒരു ബാക്കിയുള്ളവർ എന്നെ പറ്റി പറഞ്ഞൊന്നും ഇയാൾ മൈൻഡേ ചെയ്യണ്ട. കാരണം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീടാണോ എന്ന് എനിക്കറിയില്ല. അല്ലേ? ഓക്കെ. മോൾ ആ ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ മോളുടെ പാട്ട് വേറൊരു ലെവലിലേക്ക് പോകും. യു ക്യാൻ ബി അത് എനിക്ക് ഷുവറാണ്. കാരണം പ്രത്യേകിച്ച് ഈ കാലത്ത് അതാണ് ഏറ്റവും ആവശ്യം. എല്ലാവരും ഒട്ടും പാടാത്തവരും കൂടി ഞങ്ങൾ ഭയങ്കര പാട്ടുകാർ ആണെന്ന് വിചാരിച്ച് നടക്കുന്ന കാലമാണ്. അപ്പം നല്ലോണം മോക്ക് കുറച്ച് അഹങ്കരിക്കുക തന്നെ ചെയ്യാം. നല്ലോണം പാടും. ഐ തിങ്ക് ഷാർലറ്റിന്റെ അമ്മയും അച്ഛനും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആൻഡ് ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന കാണാം. സോ എസ്പെഷ്യലി അമ്മ വളരെ ഇപ്പോൾ ഓഫ്കോഴ്സ് അമ്മയ്ക്ക് അമ്മയുടെ വിഷമമുണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാലും അമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം, എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത് കാണാം.
സോ ഐ തിങ്ക് ഇവളുടെ ഉള്ളിലുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇന്നിപ്പോ മോള് വന്ന് നിന്നപ്പോ തന്നെ മോള് അത് ഒരു കൈവിട്ട ഒരു ഫീലായിരുന്നു അല്ലേ? മോളെ ഉള്ളിൽ പോയി ഇനി എന്താണ് അങ്ങനെയൊന്നുമല്ല. ഇതൊരു സ്റ്റേജ് അത്രേ ഉള്ളൂ. ഇനിയും കിടക്കുകയല്ലേ മുന്നോട്ട്. ഇവിടുന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഇനിയാണ് ശരിക്കും ഒരു വാശി ഒക്കെ വേണ്ടത്. ഞാൻ അച്ചീവ് ചെയ്യും, ഞാൻ ജീവിതത്തിൽ നല്ല പാട്ടുകാരിയാവും, ഞാൻ പാട്ടുകാരിയാണ്, ആണ്, ഞാൻ ബഹുദൂരം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കാണണം. ഇത് സുജാ ചേച്ചിക്ക് തരുന്ന വാക്കാണ്. ബിക്കോസ് ഞാൻ ആ ആദ്യത്തെ സെലക്ഷനിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞതാണ് മോളെ പറ്റി, നല്ലൊരു സിംഗർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. സോ എനിക്ക് വേണ്ടി ഇയാള് ഉഗ്രനായിട്ട് പാടണം. പലപ്പോഴും പെർഫോമൻസ് ആ ഒരു എനർജി ചിലപ്പോൾ സോള് എത്തിക്കാൻ പറ്റാതെ, പക്ഷേ ഞങ്ങൾ എപ്പോഴും സാരമില്ല. കാരണം എന്താ വെച്ചാൽ ഷാർലറ്റിൻ്റെ സ്വരം അതൊരു നല്ല അനുഗ്രഹമാണ്. അത് ഷാർലറ്റ് അന്വേഷിക്കാതെ പ്രാക്ടീസ് ചെയ്യാതെയും തേടാതെയും കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ സ്വരം. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുക, അത് ട്രെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഒരു ചെടി വളർത്തണ മാതിരി അതിനെ വളരുക, വെള്ളമൊഴിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ അതേമാതിരി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വേണം റെസ്പോണ്ട് ചെയ്യും, ആൾക്കാർ നിന്നിലോട്ട് വരും. അത് തിരിച്ചറിയുക, അത് മനസ്സിലാക്കുക, അതുപോലെ ഫൈറ്റ് ചെയ്യുക. ഓക്കെ, ഷാർലറ്റ്, ഇതൊരു തോൽവി ഒരിക്കലും അല്ല. ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റെപ്പ് ഡൗൺ ഫോർ യു. യു ആർ എ സൂപ്പർ സ്റ്റാർ. ഓക്കെ, ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് യു. യു ഗോൺ ടു കീപ് യുവർ വോയിസ് ആൻഡ് യു ഗോൺ ടു ട്രെയിൻ യുവർ സെൽഫ് മച്ച് ബെറ്റർ ആൻഡ് യു ഗോൺ ടു ബി എ വെരി കോൺഫിഡൻസ് സിംഗർ. ഓക്കെ, എനിക്ക് ഈ ഒരു അവസരം തന്ന ഈ അമൃത ടിവിനോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ വലിയൊരു നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാഷ്ക്കും രാജേഷ് സാർക്കും ഒക്കെ എൻ്റെ വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഷാർലറ്റ്. നന്ദകിശോര ഹരേ മാധവ നീയാണിന്ന ഭയം തിരുമേയണിയും ശ്രീതിലകങ്ങളിൽ തിരുമേയണിയും ശ്രീ. ജഡ്ജസ്, നമ്മുടെ 2 ആൾക്കാരും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ആണ് ഇനി സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ? ഇപ്പോൾ 2 പേര് ഓൾറെഡി സ്റ്റെപ്പ് ഡൗൺ ആയി കഴിഞ്ഞു. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അമൽ ആണ് കൂടുതൽ നിൽക്കുന്നത്. സോ യു ആർ ഗോയിങ് ടു ബി സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, അമൽ ശരിക്കും തെളിയിച്ചു. അമൽ എല്ലാ ജോൺറയും അമൽ ഒരുപോലെ കൈകാര്യം ചെയ്യും. എസ്പെഷ്യലി ഇമോഷണൽ ആയിട്ടുള്ള ഫീൽ ആയിട്ടുള്ള പാട്ടുകൾക്ക് അമൽ വളരെ കെയർഫുൾ ആയിട്ട് യു ആർ ഡെലിവറിങ് ദ സോങ്. സോ യു ആർ ബീൻ സ്റ്റെപ്ഡ് അപ്പ്. ഋതു എന്താ തോന്നുന്നത്? കരയണ്ട. ഒരു കാര്യം പറയാം. അവൻ സ്റ്റെപ്പ് അപ്പ് ആയി എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ അല്ലേ? നീ ശ്രദ്ധിച്ച് കേൾക്കണം എപ്പോഴും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ജഡ്ജസ് പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് ഈവൻ നമ്മുടെ ആങ്കേഴ്സും പോലും ശ്രദ്ധിച്ച് കേട്ട് കാണത്തില്ല അല്ലേ സുജി? സ്റ്റെപ്പ് അപ്പ് ആയത് എന്താണ് അമൽ റോയ് ആണ്. അമൽ റോയുടെ പെർഫോമൻസ് ക്വാർട്ടർ ഫൈനൽസിലൊക്കെ നിന്നെ കരയിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താ പറയാ, നീ സ്റ്റെപ്പ് ഡൗൺ ആയി എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നിന്റെ മാർക്ക് കുറഞ്ഞു എന്നാ പറഞ്ഞിരിക്കണേ. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ? നിന്നെയും സ്റ്റെപ്പ് അപ്പ് ആക്കിടാ. വെറുതെ അവനെ കരയിപ്പിച്ചു. നമ്മുടെ തീരുമാനം 2 പേരെയാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഋതു കുറവായിരുന്നു. പക്ഷെ അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ടും ഋതു പാടി. ഹി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഹി ഈസ് ഓൾസോ എലിജിബിൾ ഫോർ സെമി ഫൈനൽസ്. Okay, the next 2 contestants going to the next round. Amal Roy and Ritu. അപ്പോൾ എല്ലാവരും പ്രോപ്പർ റെഡി ആയിട്ട് സെമി ഫൈനൽസിൽ വന്ന് ഗിവ് യുവർ ബെസ്റ്റ്. സോ സെമി ഫൈനൽസ് ഒന്ന് എണിച്ച് നിൽക്കൂ. ഓക്കെ, സെമി ഫൈനൽസ് അവിടെ എണീറ്റ് നിന്നാ പോരാ, ഇങ്ങോട്ട് വരൂ പ്ലീസ്. വെൽക്കം. So here are your semi-finalists. The 9 semi-finalists. Yes. Wow.
Superb. അപ്പോ നമ്മുടെ സെമി ഫൈനലിസ്റ്റ് എല്ലാവരും റെഡിയാണ്, നമ്മുടെ ജഡ്ജസ് റെഡിയാണ്. ഓഡിയൻസ്, are you ready? Get ready for Superstar Junior semi-final. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.